എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ നട്സുകയും കുട്ടപ്പനെയും അങ്ങനെ അടിച്ചു തെറിപ്പിച്ച് ആ ഒരു പോയിസൺ ഗ്യാസിലേക്ക് തന്നെ ഇപ്പൊ തള്ളിവിടും. അത് കണ്ട് നെജി ഇപ്പൊ ആ കുഴിയിലേക്ക് ഓടി വന്ന് നോക്കുമ്പോ നമ്മുടെ കുട്ടപ്പനെയും ആ ഒരു കള്ളിയെയും ഇപ്പൊ കാണാനുണ്ടാവില്ല. കലി കയറി ഇപ്പൊ നെജി ആവട്ടെ ഹൊക്കാഗയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കുട്ടപ്പനെ കൂടെ അതിലേക്ക് തള്ളിയിട്ടത്? അതിന് ഹൊക്കാഗെ ആവട്ടെ അവന്റെ ബീസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെജിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ഹൊക്കാഗെ കാഷ്വൽ ആയിട്ട് പറയും, അവളെ തല്ലി താഴെയിടുകയല്ലാതെ വേറൊരു വഴിയും എന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തിരികെ ലീഫ് വില്ലേജിലേക്ക് തന്നെ പോകാമെന്ന് ഇപ്പൊ ഹൊക്കാഗെ പറയും. കട്ട് ചെയ്താ ഇപ്പൊ കാട്ടില് നമ്മുടെ കുട്ടപ്പനാവട്ടെ ബോധമറ്റ് കിടക്കാണ്. അവന്റെ തൊട്ടടുത്തായി ആ നട്സുക ആവട്ടെ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇപ്പൊ സുഖപ്പെടുത്തും. കുട്ടപ്പൻ ഞെട്ടി എഴുന്നേക്കുമ്പോ അവൻ നട്സുകയെ കണ്ട് പേടിച്ചു വിറയ്ക്കും. എന്റെ ജീവൻ രക്ഷിച്ചത് അത് നീയാണോ? അവൾ അതിന് അതേന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, ഒരുപാട് താങ്ക്സ്. ആക്ച്വലി എന്റെ പേര് നറൂട്ടോ ഉസുമാക്കി എന്നാണ്. സ്റ്റാർ വില്ലേജിലെ ആ ഒരു സ്റ്റാറിന് സെക്യൂരിറ്റി ആയി വന്നതാണ് ഞങ്ങൾ എല്ലാവരും. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോ തന്നെ ആന്റി അത് അങ്ങനെ തന്നെ അടിച്ചു മാറ്റിയല്ലേ ചോദിച്ച് കുട്ടപ്പനാവട്ടെ നട്സുകയെ നോക്കി ഇപ്പൊ കണ്ണിറുക്കി ചിരിക്കാൻ തുടങ്ങും. അതിനവള് ചിരിച്ചിട്ട് ഇപ്പൊ അവളുടെ പേര് നട്സുകി എന്ന് കുട്ടപ്പനോട് പറയും. ഈ പേര് കേൾക്കുമ്പോ കുട്ടപ്പനിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. സുമറുപ്പയ്യൻ അവൻ എപ്പോഴും പറയും, നട്സുകി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറാണ് എന്നെ എപ്പോഴും കാത്തു രക്ഷിക്കുന്നത്. അത് കേട്ട് നട്സുകി ഷോക്കായിട്ട്, സുമറുവെ നിനക്കറിയോ? അതിന് കുട്ടപ്പൻ, എനിക്കറിയാലോ, നിനക്ക് സുമറുവിനെ എങ്ങനെയാണ് പരിചയം ചോദിക്കുമ്പോ അവള് പറയും, ഞാനാണ് സുമറുവിന്റെ അമ്മ എന്ന് പറഞ്ഞ് സുമറുവിന്റെ കയ്യിലുള്ള അതേ ചെയിനിപ്പോ അവള് കുട്ടപ്പന് കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്താ ഈ പക്കഘോഷി ഒക്കാകെ അവനാകെ ടെൻഷനിലാണ്. കാരണം അവര് തട്ടിക്കൊണ്ടുവന്ന സുമറു അവന് ബെഡിൽ കാണുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുമ്പോ ഒക്കാകെ ആവട്ടെ അവന്റെ പവർ വെച്ച് സുമറുവെ ആരാണ് കൊണ്ടുപോയതെന്ന് ഇപ്പൊ കണ്ടുപിടിക്കും. അത് മറ്റാരുമല്ല, ടെൻടണും നമ്മുടെ ലീയും. ഒക്കാകെ അവൻ ചിരിച്ചിട്ട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു സ്റ്റാർ അതാദ്യം കണ്ടെത്തണം. അതുപയോഗിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ലീഫ് വില്ലേജിലെ എല്ലാവരെയും കൊന്നുകളയാം. എന്നിട്ട് ലീഫ് വില്ലേജില് അവർ മിഷന്റെ ഇടയിൽ മരിച്ചുപോയി എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കാം. പിന്നീട് ബാക്കി പവർ എല്ലാം കിട്ടിയതിനു ശേഷം നമുക്ക് സുമറുവിനെയും ബാക്കി വില്ലേജിലുള്ളവരെയും അങ്ങനെ എല്ലാവരെയും നശിപ്പിച്ചു കളയാം. നട്സുകി അവളിവിടെ എത്തിയപ്പോൾ തന്നെ അവളുടെ പവർ എന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ മെഷർ ചെയ്തെടുത്തു. കട്ട് ചെയ്താ ഇപ്പൊ നെജി ആവട്ടെ സ്റ്റാർ വില്ലേജിലുള്ള എല്ലാവരെയും കൂട്ടി നിർത്തി എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ തുടങ്ങും. നിങ്ങളുടെ സ്റ്റാർ എടുത്തത് അതാ കുണോയിച്ച് തന്നെയാണ്. അവളുടെ കൂടെ തന്നെ ഞങ്ങളുടെ കുട്ടപ്പനെയും നിങ്ങളുടെ ഹൊക്കാഗ അടിച്ചു തെറിപ്പിച്ച് ആ ഒരു വിഷപ്പുക ഉള്ള സ്ഥലത്തേക്ക് ഇട്ടു. പക്ഷെ ഞാൻ അവിടെ ചെക്ക് ചെയ്തപ്പോ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും അവര് കാട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ കണ്ടെത്താന്ന് ഇപ്പൊ നെജി പറയും. നിങ്ങൾ എല്ലാവരും ഈ ഒരു മിഷന് റെഡി അല്ലേന്ന് ഒഗൂട്ടോ ചോദിക്കുമ്പോ ആരും മിണ്ടില്ല. അതിനവര് പറയും, ഹൊക്കാഗെയാണ് നമ്മുടെ ലീഡർ, അദ്ദേഹം പറയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് മിസൂറ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പൊ വലിഞ്ഞെഴുന്നേറ്റ് നിൽക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലീയും ടെൻടണും ആവട്ടെ സുമറുവെ താങ്ങിയെടുത്ത് അവിടേക്ക് കൊണ്ടുവരും. സുമറുവെ കണ്ട് എല്ലാവരും വണ്ടറടിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ ലീ പറയും, നിങ്ങൾ കരുതും പോലെ നിങ്ങളുടെ ശത്രു അത് പുറത്തുള്ളവരല്ല, അത് നിങ്ങളുടെ ഹൊക്കാഗ തന്നെയാണ്. കാരണം സുമറുവെ തട്ടിക്കൊണ്ടുപോയത് അവൻ തന്നെയാണ്. പക്ഷെ സ്റ്റാർ അടിച്ചു മാറ്റിയത് നിങ്ങളുടെ ഹൊക്കാഗയല്ല. അവരെല്ലാവരും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ എന്താ നടക്കണേന്ന് പറഞ്ഞ് പരസ്പരം നോക്കും. നെജി പറയും, അവൻ ഇത്രയും കാലവും നിങ്ങളെല്ലാവരെയും അവന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു സ്റ്റാർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചക്ര ഫ്ലോ അധികമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ മരിച്ചു പോകും. നമുക്ക് കൂടുതൽ കാര്യം അറിയണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സ്റ്റാർ മോഷ്ടിച്ച ആളെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കേട്ട് ഇപ്പൊ സ്റ്റാർ വില്ലേജിലുള്ള എല്ലാവരും നമ്മുടെ ആൾക്കാരോട് ചേർന്നുകൊണ്ട് കുട്ടപ്പനെയും ആ ഒരു കള്ളനെയും കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ യാത്ര ആരംഭിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ 3 വില്ലന്മാരും ഇപ്പൊ ഡെത്ത് ഓഫ് വാലി ക്രോസ് ചെയ്ത് ലാൻഡ് ഓഫ് പിയേഴ്സിന്റെ മുൻപിൽ നിന്ന് ആ ഒരു സ്റ്റാർ എടുത്തുകൊണ്ട് അവൾ എവിടേക്ക് പോയെന്ന് വില്ലൻ ഹൊക്കാഗെ ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ സ്കാൻ ചെയ്ത് നോക്കാൻ തുടങ്ങും. അവർക്കൊടനെ ഇപ്പൊ അവള് ട്രാവൽ ചെയ്ത എല്ലാ വഴിയും പിടികിട്ടും. അവരത് ലക്ഷ്യമാക്കി ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങും. ഇവിടെ കുട്ടപ്പനാവട്ടെ ഒരുപാട് ഫുഡ് ഇപ്പൊ നട്സുകി കഴിക്കാനായിട്ട് അവന് കൊടുക്കും. കുട്ടപ്പൻ കുറെ നേരം പിടിച്ചു നിന്നിട്ട് അവനെ കൊണ്ടും പറ്റാതെ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് മുഴുവനും അവനിപ്പോ അകത്താക്കും. അപ്പൊ കുട്ടപ്പൻ, നിങ്ങൾ
എന്തിനാണ് ശരിക്കും ആ ഒരു സ്റ്റാർ ഇപ്പൊ അടിച്ചു മാറ്റിയത്? അതിനവള് പറയും, ഞാനത് ഇന്ന് മാത്രമല്ല 10 കൊല്ലങ്ങൾക്ക് മുൻപും അത് അടിച്ചു മാറ്റിയിരുന്നു. ആ ഒരു സ്റ്റാർ ഉപയോഗിച്ച് ട്രെയിനിങ് എടുത്ത ഒരുപാട് പേര് മരിച്ചുപോയി. അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് അന്ന് സർവൈവ് ചെയ്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഗ്രാമത്തിലെ മരണങ്ങൾ ഒഴിവാക്കാനായി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ഒരു സ്റ്റാർ മോഷ്ടിച്ച് അന്ന് ഗ്രാമത്തിന്റെ പുറത്തേക്ക് ഓടി. പക്ഷെ പകുതി വഴിയിൽ വെച്ച് ആ ഒരു സ്റ്റാർ ട്രാക്ക് ചെയ്ത് ഗ്രാമത്തിലുള്ളവര് ഞങ്ങളെ പിടികൂടി. അപ്പോഴാണ് അവരുടെ തേർഡ് ഹൊക്കാഗെ പറയാ, നിങ്ങൾ ചെയ്തത് അത് ശരിയായ കാര്യം തന്നെയാണ്. ഞാനും ഈ ഒരു ട്രെയിനിങ് എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. കാരണം ഗ്രാമത്തിലിപ്പോ മരണങ്ങളുടെ എണ്ണം അത് കൂടി വരികയാണ്. പക്ഷെ നിങ്ങൾ മോഷ്ടിച്ചത് അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം മുതൽ ഈ ഒരു സ്റ്റാർ ട്രെയിനിങ് നിർത്തിവെക്കാനായിട്ട് ഗ്രാമത്തിന് ഉത്തരവ് കൊടുക്കാം. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഈ സ്റ്റാറിന്റെ പവർ അത് ഉപയോഗിക്കാം എന്നൊരു നിബന്ധന കൂടി ഞാൻ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും. സോ നിങ്ങൾക്കെതിരെ ഒരു മോഷണ കുറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഗ്രാമത്തിൽ നിന്നാൽ അത് വളരെ വലിയ ആപത്താണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗ്രാമം വിട്ടുപോകണം. ഇൻ കേസ് എന്റെ കാലശേഷം ഈ ഒരു ട്രെയിനിങ് അത് വീണ്ടും തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റാർ ഗ്രാമത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാം. അപ്പൊ ചക്ഷുകി ആ ഒരു സ്റ്റാറും അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിന്റെ ഒരു ചെയിനും എടുത്ത് ഹൊക്കാഗെ ഏൽപ്പിക്കും. ഇത് എന്റെ മകൻ സുമറുവിന്റെ കയ്യിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏൽപ്പിക്കണം. ഞങ്ങൾ രണ്ടുപേരും വലിയൊരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി എന്ന് വേണം നിങ്ങൾ അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ. അന്ന് ഗ്രാമം വിട്ട് ഇറങ്ങിയവരാണ് അവര് രണ്ടുപേരും. ഞങ്ങളുടെ തേർഡ് ഹൊക്കാഗെ വാക്കു പാലിച്ച് ആ ഒരു ട്രെയിനിങ് അത് നിർത്തിവെച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഹൊക്കാഗെ അവൻ വീണ്ടും ആ ട്രെയിനിങ് ആരംഭിച്ചതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റാർ അവിടെ നിന്ന് മോഷ്ടിച്ചത്. എന്റെ ഹസ്ബൻഡും ആ ഒരു ഗ്രാമം വിട്ട് പുറത്തേക്ക് വന്ന് കുറച്ചു നാൾ കഴിഞ്ഞ ഉടൻ തന്നെ മരണപ്പെട്ടു. ആ സ്റ്റാർ ഉപയോഗിച്ച് ട്രെയിനിങ് എടുത്തതുകൊണ്ടാണ് അതിന്റെ സൈഡ് എഫക്റ്റ് താങ്ങാൻ കഴിയാതെ അദ്ദേഹം മരണപ്പെട്ടത്. അതുമാത്രമല്ല, അതേ സൈഡ് എഫക്റ്റ് തന്നെയാണ് ഇപ്പൊ എന്നെയും ബാധിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഞാനും മരണപ്പെടാമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് നമുക്കിപ്പൊ തന്നെ ഗ്രാമത്തിലേക്ക് പോയി ആ ഹൊക്കാഗയ്ക്കിട്ട് 4 ഇടിയും കൊടുത്ത് ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യാം. അതിനവള് പറയും, അതത്ര എളുപ്പമല്ല, കാരണം അവനാണ് ഇപ്പൊ ഗ്രാമത്തിന്റെ ഹൊക്കാഗെ. മാത്രമല്ല അവനിപ്പോ എന്റെ മകനെ പിടിച്ചു വെച്ചാണ് എന്റെ അടുത്ത് വില പേശുന്നത്. അപ്പോഴായിരിക്കും കുട്ടപ്പന് മനസ്സിലാവുക സുമറുവെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല ആ ഒരു ഹൊക്കാഗെ ആണെന്ന്. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ഹൊക്കാഗെയും ആളുടെ ശിങ്കടികളും ഇപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ടാവും. അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ സ്റ്റാർ ഇരിക്കുന്ന ആ ഒരു കല്ലറ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ചക്ഷുകയുടെ അത്രയും പവർ അവനില്ലാത്തതുകൊണ്ട് പേപ്പർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് അവൻ ആ കല്ലറ ഇപ്പൊ തകർക്കാൻ ശ്രമിക്കും. അത് കണ്ട് കുട്ടപ്പൻ അവന്റെ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് നോ എന്ന് അലറിക്കാറി വില്ലന്റെ 4 ചുറ്റിലേക്കും ഇപ്പൊ ചാടി അങ്ങോട്ട് വീഴും. അത് കണ്ട വില്ലനാവട്ടെ അവന്റെ ബീസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ക്ലൗൺസിനെ എല്ലാം തന്നെ അട്ടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അപ്പൊ കുട്ടപ്പൻ അവന്റെ 18ാമത്തെ അടവെടുത്ത് ഒരു കല്ലായി മാറി വില്ലന്റെ തൊട്ടടുത്ത് എന്ന് അവൻ ഇടിക്കാൻ ശ്രമിക്കും. അപ്പൊ നൈസായിട്ട് ആ ഒരു വില്ലൻ അവിടുന്ന് ചാടി എസ്കേപ്പായി അവന്റെ ബീസ്റ്റിനെ ഉപയോഗിച്ച് കുട്ടപ്പന്റെ നേർക്ക് വരുമ്പോ ഇപ്പൊ മറ്റൊരു ബീസ്റ്റ് അതങ്ങനെ ആ ഒരു ബീസ്റ്റിനെ ഇടിക്കാനായിട്ട് തുടങ്ങും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ചക്ഷുകി പറയും, നീ ഇപ്പൊ തന്നെ ഗ്രാമത്തിലുള്ള ആ ട്രെയിനിങ് അതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തോ, അല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിന്നെപ്പോലെ തന്നെ തേർഡ് ഹൊക്കാഗെ ഒരിക്കൽ എന്നെ തടയാൻ ശ്രമിച്ചു. അന്നൊരു കത്തിയെടുത്ത് അവനെ വെട്ടിക്കീറി കൊന്നാണ് ഞാൻ വീണ്ടും ഗ്രാമത്തിലെ ട്രെയിനിങ് ആരംഭിച്ചത്. അത് കേട്ട് നറൂട്ടോ ആവട്ടെ അവൻ അലറിക്കാറാൻ തുടങ്ങും. നിന്നെപ്പോലൊരു ദുഷ്ടനെ ആര് വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിടില്ല. കുട്ടപ്പൻ കലി കയറി വെറി കൊണ്ട് ചാട്ടി വീണ് അവനെ അടിക്കാൻ നോക്കുമ്പോ ചക്ഷുകി അങ്ങനെ അവനെ തടയും. ഇത് സ്റ്റാർ വില്ലേജിന്റെ പ്രശ്നമാണ്, അത് ഞാൻ തന്നെ പരിഹരിക്കുമെന്ന് പറഞ്ഞ് അവളാവട്ടെ ആ ഒരു വലിയ ബീസ്റ്റിനെ ഇപ്പൊ പുറത്തേക്കെടുക്കും. പക്ഷെ വില്ലനാവട്ടെ ഇത്തവണ ആ ഒരു ബീസ്റ്റിനെ കണ്ട് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവൻ ക്യാഷ്വലായിട്ട് ഇപ്പൊ അവന്റെ ശിങ്കടികളോട് റെഡി എന്ന് പറയുമ്പോ അവര് രണ്ടുപേരുടെയും പവർ ഇപ്പൊ കറക്റ്റായിട്ട് ആ ഒരു ഹൊക്കാഗയിലേക്ക് മാറും. അവരുടെ മുഴുവൻ എനർജിയും ഇവന് കൊടുത്തു കഴിയുമ്പോ അവര് രണ്ടുപേരും അവിടെ തകർന്ന് താഴെ വീഴും. വില്ലനാവട്ടെ ആ ഒരു എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വലിയൊരു ബീസ്റ്റിനെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ആ സമയത്ത് ഇപ്പൊ കാട്ടിലൂടെ ടെൻ, ലീ, നെജി, സ്റ്റാർ വില്ലേജിലുള്ള എല്ലാവരും ചാടി വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.